പോക്സോ കേസിൽ രാജസ്ഥാൻ സ്വദേശി കൊട്ടിയം പോലീസിന്റെ പിടിയിലായി. 26 വയസ്സുള്ള നേമാറാമാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. തിരുവനന്തപുരം കരമനയിൽ വാടകയ്ക്ക് താമസിക്കുന്ന നേമാറാം കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇലക്ട്രിക് പ്ലംബിംഗ് സാധനങ്ങൾ വിൽക്കുന്ന സെയിൽസ് റെപ്രസെന്റേറ്റീവാണ്. കഴിഞ്ഞ 27-ാം തീയതി മൈലക്കാട് വെച്ച് സ്കൂൾ ബസ്സിൽ ഇറങ്ങിയ കുട്ടിയോട് ജനനേന്ദ്രിയം പുറത്തിട്ട് നഗ്നത പ്രദർശിപ്പിക്കുകയും പിന്നീട് കുട്ടിയെ കടന്നുപിടിക്കാനും ശ്രമിച്ചു. ഇതിനെ തുടർന്ന് ഭയന്ന് ഓടിയ കുട്ടി വീട്ടിലെത്തി രക്ഷിതാക്കളെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് കൊട്ടിയം പോലീസിൽ രക്ഷിതാക്കൾ പരാതി നൽകി. കൊട്ടിയം പോലീസ് 5 ദിവസങ്ങളിലായി CCTV-കൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി രാജസ്ഥാൻ സ്വദേശിയായ നേമാറാം ആണെന്ന് മനസ്സിലായത്. തുടർന്ന് ഇയാൾ എത്തിച്ചേരാൻ സാധ്യതയുള്ള കടകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനെ തുടർന്നാണ് കണ്ണനല്ലൂർ ഇലക്ട്രിക് ഷോപ്പിൽ പ്രതി എത്തിച്ചേർന്നതായി വിവരം ലഭിച്ചത്. കൊട്ടിയം SHO പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം SI നിതിൻ നളൻ, വിഷ്ണു, അരുൺകുമാർ, CPOമാരായ ശംഭു, ഷമീർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ കണ്ണനല്ലൂരിൽ നിന്നും പിടികൂടിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് കൊട്ടിയം പോലീസ് 11:30 അറിയിച്ചു. പ്രതി രാജസ്ഥാൻ സ്വദേശിയാണ്. പ്രതി ഇതുവരെ ഇവിടെ ഈ ഇലക്ട്രിക് കടകളിൽ കളക്ഷൻ ഏജൻ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു മോഡസ് ഉള്ളതാണ്. ഈ എക്സിൻ പുറത്തുള്ള മോഡസ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രതി ഇന്നലെ ഇതുപോലെ കളക്ഷന് വേണ്ടി വന്ന സമയത്തായിരുന്നു പ്രശ്നം.